നടി വിൻസി അലോഷ്യസ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. നമ്മുടെ പ്രതിനിധി ജിഷാദ് വാളാഞ്ചേരി അവിടെ നിന്ന്. ജിഷാദ്, വിൻസി പ്രതികരിക്കാൻ തയ്യാറാണോ? ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടും ഒക്കെ നടപടികളിലേക്ക് കടക്കുന്നു, സിനിമാ സംഘടനകൾ നടപടികളിലേക്കൊക്കെ കടക്കുന്നു. ഈ വെളിപ്പെടുത്തലിന് ശേഷം എന്താണ് പറയുന്നത് വിൻസി? അപർണ, വിൻസി അല്പസമയത്തിനകം തന്നെ നമ്മളെ കാണാൻ വേണ്ടി പ്രതികരിക്കാൻ വേണ്ടി തയ്യാറാവുകയാണ്. ഈ നടിയാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് പ്രതികരണമായിട്ട്. വിൻസി അലോഷ്യസ് നമ്മോടൊപ്പം ചേരുകയാണ്. വിൻസി, എങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്? ഏതിലേക്ക്? ഈ പരാതിയിലേക്ക് വരുന്നത്? ഓക്കെ 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 പരാതിയിലോട്ട് വരുന്നത് ഐ സി എന്ന് പറയുന്ന ഒരു ഇന്റേണൽ കമ്മിറ്റി എല്ലാ സിനിമയ്ക്കും ഉണ്ടായാൽ മാത്രമാണ് ഒരു സിനിമ തുടങ്ങാനുള്ള ഒരു അനുമതി കൊടുക്കുള്ളൂ. അപ്പോൾ ഐ സിനെ മോണിറ്റർ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പം ഞാൻ സംസാരിച്ചപ്പോൾ സജി നമ്പ്യാത്ത് എന്ന് പറയുന്ന ഒരു സാർ, ഫിലിം ചേംബറിന്റെ ആളാണ്. അപ്പം സജി നമ്പ്യാത്ത് സാർ, സജിത മഠത്തിൽ, അതുപോലെ തന്നെ റാണി എന്ന് പറയുന്ന ഈ വ്യക്തികളാണ് ഒരു പരാതി കൊടുക്കണം എന്നുള്ള ഇതിലോട്ട് വന്നത്. കൊടുത്തു എന്റെ എല്ലാ സംഘടനകൾക്കും. എങ്കിൽ മാത്രമാണ് അവർക്കൊരു സ്ട്രോങ് നടപടി എടുക്കാൻ പറ്റുള്ളൂ. എന്നുവെച്ചാൽ നിയമ നടപടി എന്നല്ല, നിയമ നടപടി എടുക്കില്ലെന്ന് ഞാൻ എടുക്കാൻ പോകുന്നില്ല. പക്ഷെ ഇൻസൈഡ് സിനിമ ഒരു സ്ട്രോങ് അവർക്കൊരു നടപടി എടുക്കണമെങ്കിൽ ദേ നീഡ് കംപ്ലൈന്റ്. വിൻസി, ഈ പരാതിയിലൊന്നും ഈ നടന്റെ പേരോ കാര്യങ്ങളൊന്നും വ്യക്തമായിട്ടില്ല. ഈ സിനിമക്ക് വേണ്ടി ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടായിരുന്നു. രണ്ട് കാര്യങ്ങളാണ് എന്റെ മൈൻഡിലുള്ളത്. ഒന്ന്, ഇയാളെ വെച്ചെടുക്കുന്ന കുറെ സിനിമകൾ ഇനിയും ഉണ്ടാവും. പകുതിക്ക് വെച്ച് നിൽക്കുന്ന സിനിമകളും റിലീസിന് ഒരുങ്ങിയിട്ടുള്ള സിനിമകളും ഉണ്ടാകും. ആ സിനിമയെ ബാധിക്കരുതല്ലോ. ഒരാൾ കാരണം ആ സിനിമയെ ബാധിക്കുന്നത് ന്യായമല്ല എന്ന് എനിക്ക് തോന്നി. എന്റെ ഒരു പരാതിയുടെ പുറത്ത് ആ സിനിമയെ എല്ലാം ബാധിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അവരോട് ചെയ്യുന്ന ഒരു അനീതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതൊന്ന്. രണ്ടാമത്, ഈ വ്യക്തിയെ ഇപ്പം എത്ര ഇത് ഉപയോഗിക്കുമെന്ന് എത്ര ആളുകളിലോട്ട് അറിയാമെങ്കിൽ പോയി ഞാനായിട്ടത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നീട് അദ്ദേഹത്തിനൊരു മാറ്റം വന്ന് തിരിച്ച് സിനിമയിൽ കയറേണ്ട സമയത്ത് ആളുകൾ ഇങ്ങനെ മുദ്ര കുത്തുമ്പോൾ എനിക്കുള്ളൊരു അങ്ങനത്തെ കുറച്ച്, അല്ലെങ്കിൽ ആ ഒരു തൊഴിൽ നിഷേധിക്കപ്പെടും എന്നുള്ള എന്റെ ഒരു കുറച്ച് പേഴ്സണൽ തോട്ട്സ് ഉണ്ട്, ഐഡിയോളജീസ് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോഴും ഇദ്ദേഹത്തിന്റെ പേര് പറയണ്ട എന്നുള്ളൊരു. ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കടക്കം ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നത് ഉണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് ഞാൻ അദ്ദേഹത്തെ വിളിക്കുന്നില്ല. ഷീസ് ഓൾസോ എൻ ആർട്ടിസ്റ്റ്. അപ്പോൾ ആ ആർട്ടിസ്റ്റും ഈ പറഞ്ഞ പോലെ വളരെ വിഷമിച്ചിട്ടാണ് പോയത്. എന്നുവെച്ചാൽ ദിസ് വെർബൽ ഹറാസ്മെന്റ് ഉണ്ട്, സെക്ഷലി ഉള്ളൊരു അങ്ങനത്തെ ഒരു പ്രവണത ഉണ്ടായിരുന്നു. ആൻഡ് ഇറ്റ്സ് വെരി ബാഡ്. നീക്കം എന്ന് പറയുന്നത് ഇപ്പം സംഘടനകൾ എല്ലാവരും ഇടപെട്ടിട്ടുണ്ട്. ഐ സിയിലൂടെ ഇതിന്റെ മോണിറ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിനൊരു പ്രൊസീജിയർ ഫോളോ ചെയ്യാനുണ്ട്. ഐ സി ത്രൂ ആണ് അത്. പിന്നെ ബാക്കിയുള്ള അവര് നന്നായി അന്വേഷിച്ച് അതിന്റെ കാരണങ്ങൾ തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ള സംഘടനകളിലോട്ടൊരു നടപടിയെടുക്കാൻ വേണ്ടിയിട്ട് അവരെ ഫോളോ അപ്പ് ചെയ്യുക, അല്ലെങ്കിൽ പ്രൊസീഡ് ചെയ്യുക. അപ്പൊ അങ്ങനെ ആ ഒരു പ്രൊസീജിയർ ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തത്. ഈ സംഘടനകളിലാർക്കും, അമ്മ സംഘടന നടക്കുന്ന ആരെങ്കിലും വിൻസിയെ ബന്ധപ്പെട്ടുണ്ടോ? അമ്മ സംഘടനയിൽ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ടീം, അഡ്ഹോക് കമ്മിറ്റി എല്ലാവരും ബന്ധപ്പെട്ടിരുന്നു. തീർച്ചയായും ഇനിയുള്ള ഒരു നീക്കുപോക്ക് എങ്ങനെയായിരിക്കും? ഇനിയുള്ള നീക്കുപോക്ക് എന്ന് പറയാൻ എനിക്ക് അങ്ങനെ അറിയില്ല. ഇപ്പൊ പ്രൊസീജിയർ ഫോളോ ചെയ്യണം, ഐസിയുടെ പ്രൊസീജിയർ ഫോളോ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നടപടികൾ എന്താന്ന് വെച്ചാൽ ഇൻസൈഡ്. ജിഷാദ്, ഞാൻ ചോദിക്കുന്നത് ജിഷാദ് കേൾക്കാമോ? ജിഷാദ്, നേരത്തെ ഈ വിഷയം വന്ന സമയത്ത് ഏത് തരത്തിലാണ് സിനിമാ സംഘടന അല്ലെങ്കിൽ സിനിമാ സെറ്റിലൊക്കെ പ്രതികരിച്ചത് എന്ന് അറിയാൻ കഴിയുന്നു? വിൻസി പറയുമോ? വിൻസി, ഇപ്പോഴാണ് ഈ പരാതി പുറത്തേക്ക് വരുന്നത്, പക്ഷെ ഈ വിഷയം ഉണ്ടായ സമയത്ത് ആ സെറ്റിലൊക്കെ ഏത് തരത്തിലായിരുന്നു? വിൻസിക്കൊപ്പം നിൽക്കുകയായിരുന്നോ? ഡെഫിനറ്റ്ലി ആ സെറ്റ് ഞാൻ പറഞ്ഞില്ല, ഞാൻ അഭിനയിച്ചതിൽ വെച്ച് ഏറ്റവും എന്നെ മാന്യമായി ഡീൽ ചെയ്തിട്ടുള്ള ഒരു സെറ്റാണത്. ആൻഡ് ഡയറക്ടർ അടക്കം, അസോസിയേറ്റ് ഡയറക്ടർ അടക്കം, പ്രൊഡ്യൂസേഴ്സ് അടക്കം എന്നെ കംഫർട്ടാക്കി അദ്ദേഹത്തിന് വേണ്ട താക്കീതും നൽകിയിട്ടൊക്കെയുള്ള ഒരു ടീമാണ്. മാത്രമല്ല അതിൽ ഐ സി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തിരുന്നു. ഐ സിയിലെ ഒരു മെമ്പർ എന്നോട് വന്ന് പരാതിയുണ്ടോ എന്നെല്ലാം ചോദിച്ചിട്ടൊക്കെയാണ് അവരത്രയും പ്രോപ്പറായിട്ടാണ് ഡീൽ ചെയ്തിട്ടുള്ളത്. അമ്മ ഒരു 3 അംഗ സമിതിയെ വെച്ചിട്ട് അന്വേഷിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിൻസി, അതിൽ ഓക്കെ ആണല്ലേ? അങ്ങനെ ഒരു പ്രൊസീജിയറിലൂടെ പോകണം അമ്മയുടെ നിലപാട്, അന്വേഷണം എന്ന് തന്നെയാണോ?
എനിക്ക് ഞാൻ പറഞ്ഞില്ല, ഇതിനൊരു വേറൊരു പ്രൊസീജിയറാണ് എന്റെ അറിവിലുള്ളത്. ഫ്രം IC ആണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. ICയിലൂടെ ബാക്കിയുള്ള സംഘടനകളിലോട്ട് അതിന്റെ ഒരു അറിയിക്കും എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അമ്മ എന്ന സംഘടന അവരുടേതായിട്ടുള്ള രീതിയിൽ, കാരണം അവർക്കിതിൽ ഇടപെടേണ്ടതായിട്ടുണ്ട്. ഡ്യൂ ടു ഫ്യൂ റീസൺസ് അവർക്കിതിൽ ഇടപെടേണ്ടതായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ അന്വേഷിക്കുകയാണ്. ആൻഡ് ഇതിലൊരു പ്രൊസീജിയർ ഫോളോ ചെയ്യേണ്ടത് ത്രൂ IC ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്യാനുണ്ട്. അപ്പം ഞാൻ അതാണ് ഫോളോ ചെയ്യുന്നത്. വിൻസി, ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് നല്ല സപ്പോർട്ട് കിട്ടിയെന്ന് വിൻസി പറയുമ്പോഴും ആ തരത്തിലല്ല ഉണ്ടായത്. സിനിമയിൽ നിന്നൊക്കെ മാറ്റി നിർത്തപ്പെട്ടത് വിൻസിയാണ്. ഇപ്പോഴും തിയേറ്ററിൽ ഓടുന്ന പ്രധാനപ്പെട്ട സിനിമകളിലൊക്കെ ഷൈൻ ടോം ചാക്കോയ്ക്ക് റോളുമുണ്ട്. അങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് എന്നൊക്കെ പലരും പറയുകയുണ്ടായി. അതാണോ കാര്യം? എനിക്ക് ഇപ്പൊ അങ്ങനത്തെ ഒരു പരാമർശത്തിലോട്ടൊന്നും പോകാൻ താല്പര്യമില്ല. എന്തായാലും സിനിമയുടെ ഉള്ളിൽ നിന്നും ഈ പറഞ്ഞ സംഘടനകൾ എന്നെ പിന്തുണയ്ക്കുന്നുണ്ട് എന്ന് മാത്രം അറിയാം. ബാക്കിയുള്ള കാര്യങ്ങളിലോട്ടൊന്നും എനിക്ക് ഇപ്പം സംസാരിക്കാൻ താല്പര്യം. എന്തായാലും നിയമ നടപടിയിലേക്ക് വിൻസി പോകുന്നില്ല അല്ലെ? നിയമപരമായിട്ടുള്ള നടപടിയിലേക്ക് പോകുന്നില്ല. ഇതൊരു IC വഴിയുള്ള പ്രൊസീജിയറാണ്. ഇല്ല, നിയമപരമായിട്ടുള്ള നടപടിയിലോട്ട് പോകാൻ താല്പര്യമില്ല. ഓക്കെ. അതോടൊപ്പം തന്നെ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറഞ്ഞു, ഓക്കെ റൈറ്റ്, യെസ്, ഒരു പക്ഷേ ഈ വിഷയം നടക്കുന്നതുകൊണ്ടാണ് ചില കാര്യങ്ങൾ അങ്ങനെ ഒരു തുറന്നു പറയാൻ കഴിയാത്തത് എന്ന് തോന്നുന്നു. ജിഷാദ് നിയമപരമായിട്ട് നടപടിയിലേക്ക് പോകുന്നില്ല, പക്ഷെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ നിലപാട്, ഫിലിം ചേംബറിന്റെ നിലപാടൊക്കെ ഇയാളെ ഇനി സിനിമയിൽ സഹകരിപ്പിക്കേണ്ട എന്നുള്ളതൊക്കെയാണ്. ആ തരത്തിലേക്ക് പോകണം എന്നുള്ളൊരു അഭിപ്രായം കൂടി വിൻസിക്കുണ്ടോ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരുന്നോ? വിൻസിക്ക് അത്തരത്തിലുള്ള അഭിപ്രായങ്ങളൊന്നുമില്ല. എന്തായാലും പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ്. സംഘടനകൾക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരാളുമായിട്ടും ഒരു കോംപ്രമൈസിനും തയ്യാറല്ല താൻ എന്നാണ് നമ്മളോട് പറഞ്ഞു വെച്ചിട്ടുള്ള വിൻസി അലോഷ്യസ് അപർണ. ഓക്കെ. ഏതായാലും ന്യൂസ് 18നോട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തിനകത്ത്. അത് സിനിമ ഷൂട്ടിംഗ് നടന്ന ആ സിനിമയിലെ IC പോലും ഈ വിഷയത്തിനകത്ത് ഇടപെട്ടതാണ്. അമ്മ അടക്കമുള്ള സിനിമാ സംഘടന ഇടപെടലുകൾ തനിക്ക് തൃപ്തിയുണ്ട് എന്ന് പറയുന്നു. പക്ഷേ IC വഴിയുള്ള കാര്യമാണ്, പ്രൊസീജിയറാണ് നടക്കേണ്ടത്. അത് അമ്മയുടെ അന്വേഷണം ആ തരത്തിലല്ല പോകേണ്ടതെന്ന് പറയുമ്പോൾ സംഘടനകൾ അവരവരുടേതായിട്ടുള്ള ഡ്യൂട്ടിയാണ് നിർവഹിക്കുന്നത് എന്നുകൂടി വ്യക്തമാക്കുകയാണ്. ഇതിനിടെ